ബീഫ് കറിയാണ്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ഒരു മീഡിയം സൈസ് സവോള കട്ട് ചെയ്തത്, കുറച്ച് വെളുത്തുള്ളി, വലിയൊരു ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാവും, പിന്നെ ഒരു തക്കാളി ചോപ്പ് ചെയ്തത്, ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി ചോപ്പ് ചെയ്തത്, അതുപോലെ തന്നെ 2 തണ്ട് കറിവേപ്പില. ഇത്രയും സാധനങ്ങൾ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ ബീഫിലേക്ക് വേണ്ടിയിട്ടൊരു മസാല തയ്യാറാക്കാം. അതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: 1.5 ടേബിൾ സ്പൂൺ നിറച്ചും മല്ലിപ്പൊടി വേണം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും എടുത്തിട്ടുണ്ട്. ഇവിടെ മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ നിറച്ചും മുഴുവൻ കുരുമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂണ് നല്ല ജീരകവും 1 ടീസ്പൂൺ പെരിഞ്ജീരകവും എടുത്തിട്ടുണ്ട്. അതുപോലെ 4 ഏലക്കായ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 6 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. കറുകപ്പട്ട വലിയൊരു പീസ് എടുത്തിട്ട് അതിനെ ചെറുതാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂണൊക്കെ ഉണ്ടാവും. ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിലിട്ടിട്ട് നന്നായി പൊടിച്ചെടുക്കാം. ഇത് പൊടിക്കുന്നതിന് മുമ്പ് അതിലേക്ക് 1 ടീസ്പൂൺ നിറച്ചു മീറ്റ് മസാല കൂടെ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. ഇപ്പം എല്ലാം കൂടെ നമ്മൾ പൊടിച്ച് നന്നായി ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം മാറ്റി വെച്ചിട്ടുണ്ട്. വേണ്ടതാണ് നമ്മൾ പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മസാലക്കൂട്ട്. അതിൽ നിന്ന് പകുതി നമ്മളിപ്പോൾ ബീഫ് വേവിക്കുമ്പോഴും ബാക്കി പകുതി മസാല വഴറ്റി ഉണ്ടാക്കുമ്പോൾ അതിലേക്കാണ് ചേർക്കുക. അതും ആവശ്യമുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. 1 കിലോ ബീഫാണ് നമ്മളിവിടെ എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ മസാലകളെല്ലാം ചേർത്ത് നന്നായി വെളിച്ചെണ്ണ ഒഴിച്ച് തിരുമ്പി പിടിപ്പിക്കാം. 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് തിരുമ്പാൻ എളുപ്പത്തിന് ഞാനൊരു വലിയൊരു ബൗളിലേക്കാണ് ഇട്ടിട്ടുള്ളത്. ഇനി നമുക്ക് മസാലകൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ആ മസാല പൊടിച്ചതിൽ നിന്ന് പകുതി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്ത് നന്നായി തിരുമ്മി യോജിപ്പിക്കാം. ഇപ്പോൾ എല്ലാം കൂടെ നന്നായി യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു പ്രഷർ കുക്കറിലേക്ക് മാറ്റിയിട്ട് ഒരു 6 വിസിൽ വരുന്നവരെ പോട്ടെ. എന്നിട്ട് നമുക്ക് ഓഫ് ചെയ്തിട്ട് നോക്കാം. വെന്തിട്ടില്ലെങ്കിൽ നമുക്ക് വീണ്ടും വിസിലടിക്കണം. പിന്നെ ഓരോരോ ബീഫിൻ്റെ വേവും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആദ്യം ഒരു 4 എണ്ണം അല്ലെങ്കിൽ 6 എണ്ണം വെച്ച് നോക്കുക. അതിന് ശേഷം വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഓണാക്കിയാൽ മതി. ഫുൾ പ്രഷർ പോവാണ്ട് നമ്മൾ കുക്കർ ഓപ്പൺ ആക്കാൻ പാടില്ല. ഫുൾ പ്രഷർ പോകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നമുക്ക് ഒരു മസാല തയ്യാറാക്കാം. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: അത്യാവശ്യം വലുപ്പമുള്ള ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത്, 1 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ചതച്ചത്, 2 വലിയ പച്ചമുളക് മുറിച്ചത്, പിന്നെ ഒരു മീഡിയം സൈസ് സവാള കട്ട് ചെയ്തത്, അതുപോലെ തന്നെ ചുവന്നുള്ളി 1/2 കപ്പ്, അതായത് നമ്മൾ തൊലി കളഞ്ഞ് മുറിച്ചതിന് ശേഷം 1/2 കപ്പ് നിറച്ചുകൊണ്ട് അതും കൂടെ ഇതിലേക്ക് ആവശ്യമുണ്ട്. പിന്നെ വേണ്ടതാണ് തേങ്ങാക്കൊത്ത്. ഞാനിവിടെ 1/4 കപ്പ് തേങ്ങാക്കൊത്ത് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്യാം. വേണമെങ്കിൽ ഇടാം, വേണ്ടെങ്കിൽ ഇടണ്ട. അത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. പിന്നെ ഈ ചുവന്നുള്ളിയുടെയും സവാളയുടെയൊക്കെ അളവ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ചുവന്നുള്ളി മാത്രം മതിയെങ്കിൽ ഈ ചുവന്നുള്ളി മാത്രം എടുക്കാം. സവാള മാത്രം മതിയെങ്കിൽ സവാള മാത്രം എടുക്കാം. ചുവന്നുള്ളി ഇടുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്ക് മസാല തയ്യാറാക്കാൻ പോവാം. മസാല ഉണ്ടാക്കി തുടങ്ങാം. ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ ആഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലുണ്ടാവുക. ചൂടായ എണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് പൊട്ടിക്കുക. അതിനുശേഷം അതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ചേർത്ത് നന്നായി വഴറ്റുക. ജസ്റ്റ് ഒന്ന് കളറ് മാറാറാകുമ്പോൾ നമുക്കതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ആഡ് ചെയ്യാം. തേങ്ങാക്കൊത്തിട്ടതിന് ശേഷം നല്ല മൂത്ത മണം വന്നു തുടങ്ങി നമുക്കിനി അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക.
വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ മുരിഞ്ഞു തുടങ്ങി, നല്ല മണം വന്നു തുടങ്ങി. ഇനി നമുക്കതിലേക്ക് സവാളയും പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. വളരെ കുറച്ച് ഉപ്പ് മാത്രമേ ആഡ് ചെയ്താൽ മതി, കാരണം നമ്മൾ ബീഫ് വേവിക്കാൻ വയ്ക്കുമ്പോൾ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ലാസ്റ്റ് ഇട്ടതിന് ശേഷം നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യമേ എല്ലാം കൂടെ ഒരുമിച്ചിടണ്ട. ഈ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി ഒന്നും മുരിഞ്ഞു വരാറാവുന്നതിന് മുമ്പ് നമുക്ക് ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് കളറ് മാറുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ സവാളയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ചുവന്നുള്ളി കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ മിക്സ് ചെയ്ത് നന്നായി മുരിഞ്ഞ് വരുന്നത് വരെ വഴറ്റി കൊടുക്കാം. നമുക്ക് ഈ ടൈമിൽ നമുക്ക് ഒരു 2 കറിവേപ്പിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇപ്പോൾ സവാളയുടെ ഒക്കെ കളറൊക്കെ മാറി വന്നു, നല്ലോണം എണ്ണ തെളിഞ്ഞു തുടങ്ങി. ഇനി നമുക്ക് അതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലയുടെ പകുതി ഇട്ട് കൊടുക്കാം. പകുതി നമ്മൾ ബീഫ് വേവിക്കുമ്പോൾ ഇട്ടു, ബാക്കി പകുതി നമുക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് ചെറിയ തീയിലിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി മാറ്റി വയ്ക്കും. ഇപ്പോൾ നമ്മുടെ മസാല തയ്യാറായിട്ടുണ്ട്. നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കറി നന്നായി തിളയ്ക്കുന്നുണ്ട്. നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് കുറച്ച് സമയം തിളയ്ക്കാൻ വിട്ട് കൊടുക്കാം. ഞാനിവിടെ കറിയുടെ ചാറെല്ലാം വറ്റിച്ചെടുത്ത് ഡ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ ഓഫ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ നല്ലൊരു ബീഫ് കറി റെഡി ആയിട്ടുണ്ട്.